അടിപൊളിയായിട്ട് കണ്ട് തൊഴുവാൻ പറ്റിയൊരു സമയം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്കില്ലാത്ത സമയത്ത് വരുന്നത്. മൂകാംബിക അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ മൂകാംബിക അമ്പലത്തിൽ വന്നിരിക്കുക. അതായത് നമ്മുടെ കടയിൽ തന്നെ നമ്മളൊരു മാല ചെയ്ത് ഇവിടുത്തെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒന്നല്ല കേട്ടോ, 2 മാലയുണ്ട്. നമ്മുടെ തെർമോക്കോൾ ബോക്സ് പാക്കിങ് ചെയ്ത് നമ്മൾ അവിടുന്ന് KSRTC ബസ്സിൽ അയച്ചത്. നമ്മുടെ വണ്ടിക്കകത്ത് സ്ഥലമില്ലായിരുന്നു. എന്നിട്ട് നമ്മളത് ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് പിക്ക് ചെയ്ത്, അപ്പം അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇടാമെന്ന് വെച്ച്. അതായത് നമുക്ക് ഇവിടെ അമ്പലത്തിൽ നമുക്ക് മാല ഇങ്ങനെ, അതായത് പ്രീമിയം ആയിട്ടുള്ള മാല കൊടുക്കാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതന്നെ നമ്മുടെ ഫാമിലി ആയിട്ടൊരു മൂകാംബികയിലൊരു ട്രിപ്പ് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ മൂകാംബിക അമ്പലത്തിൻ്റെ എൻട്രൻസിലാണ്. ബാലൻസ് വീഡിയോ നമ്മൾ ഉള്ളിൽ കയറുന്നതും ബാക്കിയുള്ളതും എല്ലാം നമ്മൾ കാണിക്കാം. ഇത് നമ്മുടെ 3ാമത്തെ ട്രിപ്പാണ് നമ്മൾ വരുന്നത്. പക്ഷേ ഇത് നമ്മുടെ 2ാമത്തെ വട്ടം നമ്മൾ മാല കൊടുക്കുന്നത്. ഫസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ മാല ഇവിടെ ചെയ്തുകൊണ്ടൊന്ന് കൊടുത്തായിരുന്നു. അത് ഫ്രഷായിട്ട് തന്നെ കിട്ടി. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം, മാല എങ്ങനെ ഉണ്ട്, ഫ്രഷ് ആണോ എന്നെല്ലാം ചെക്ക് ചെയ്യാം. ഇത് നമ്മുടെ 2nd ടൈമാണ് നമ്മൾ മാല കൊടുക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ മൂകാംബിക അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ എല്ലാ ടീമും ഉണ്ട്. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ മൂകാംബിക ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണ്. ഇത് നമ്മുടെ ബോക്സാണ്. മൂകാംബിക അമ്പലത്തിനകത്ത് കയറിയിട്ടുണ്ട്. ജസ്റ്റ് ഫ്രണ്ട് ആയത് അമ്പലത്തിൻ്റെ. നമുക്ക് ആക്ച്വലി ഒരാൾ ഇവിടെ ഉണ്ട്, നമ്മുടെ ഇതെല്ലാം ചെയ്തു തരുന്ന, പൂജയൊക്കെ ചെയ്തു തരിക എല്ലാം ചെയ്യുന്ന. അപ്പോൾ പുള്ളിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ പുള്ളി ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. പെണ്ടു ഒരു ഹായ് പറ. നമ്മൾ ജസ്റ്റ് ബോക്സ് ഒന്ന് ഊരി നോക്കുക, എങ്ങനെ നമ്മളെ മാലയുടെ, പെണ്ടു ഊരിക്കോ, മാലയുടെ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ അതിൻ്റെ ആൾ വരുന്നതിന് മുന്നേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മാല നമ്മൾ ഓപ്പൺ ചെയ്യുക ബോക്സ്. ഫ്രഷ്നെസ് ഒന്നും പോയിട്ടില്ല കേട്ടോ, കിട്ടിലായിട്ടിരിപ്പുണ്ട്. നമ്മുടെ ബോക്സ് ഓപ്പൺ ആക്കി അത് കഴിഞ്ഞ് വേണ്ട മാല ജസ്റ്റ് അതിൻ്റെ ഒരു ക്വാളിറ്റിക്ക് ഇവിടെ നിന്ന് വെച്ചാരോ ഫ്രഷ്നെസ് അതേപോലെ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഒരെണ്ണം പോലും ഡാമേജ് ഇല്ല. പാക്കിങ് കൊള്ളാം കേട്ടോ, പൊളിയാ. വെച്ചോ മറ്റേതൂടെ, അതിവിടെ വെച്ചോ. അതും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഫ്രഷ് ആയിട്ടിരിക്കും. മഴയുണ്ട്, ചെറുതായിട്ട് മഴയുണ്ട്, അടിപൊളി മഴയുണ്ട്. നമ്മുടെ
പുരാണിക്ക് ആളിതുവരെ വന്നിട്ടില്ല നമ്മുടെ ഇത് കൊണ്ടുവന്ന്. ഞാൻ ജസ്റ്റ് നമ്മുടെ കൂടെ വന്ന എല്ലാവരോടും ജസ്റ്റ് അഭിപ്രായം ചോദിക്കാം. ഹായ്, ഹായ്. എങ്ങനെയുണ്ട് വന്നിട്ട് കൊള്ളാം. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്കില്ലാത്ത സമയത്ത് വരുന്നത്. സത്യം കേട്ടോ, ഒരു തിരക്കുമില്ല, ആരുമില്ല, ആളില്ല. നമുക്ക് നല്ല ലാവിഷായിട്ട് നിന്ന് തൊഴുവാം. ക്യൂ ഒന്നും വേണ്ട, ഒരു ക്യൂവും ഇല്ല. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഈ കർക്കിടക മാസം. നമുക്ക് ഈ ഒരു മാസമേ ഇതേപോലത്തെ പരിപാടികളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് കടയിൽ തിരക്കില്ലാതിരിക്കുകയെല്ലാം ചെയ്യുന്നത്. അപ്പം പറഞ്ഞോ അമലപ്പൻ. കുഴപ്പമൊന്നുമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. കാരണം ഇത്രയും നമ്മളാണെങ്കിൽ അകത്ത് കയറിയപ്പം ഒട്ടും റഷിലായിരുന്നു. സാധാരണ നമ്മൾ കയറുമ്പം ആൾക്കാർ പോ മാറിപ്പോ, അടുത്ത ആൾ കയറട്ടെ, അടുത്ത ആൾ കയറട്ടെ. ഇപ്രാവശ്യം അങ്ങനെ ഒന്നുമില്ല. നമുക്ക് കുറേ നേരം നിന്ന് കാണാൻ പറ്റി. എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാൻ അടിപൊളിയായിട്ട് തൊഴുത്, വലിയ തിരക്കൊന്നുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോ സംഭവം? കറക്റ്റ് കാര്യം പറയാൻ ടോയ്സ് വാങ്ങിച്ചു തരാം. ഉറക്കം അത്രേ ഉള്ളൂ. രാവിലെ തൊട്ട് ഫുള്ള് ആക്റ്റീവായിരുന്നു. ഇപ്പോഴാ നാളൊന്ന് നല്ലതുപോലെ തൊഴാൻ പറ്റി. അമ്മ 2 പ്രാവശ്യം കയറി തൊഴുതു, ഇനി ഒന്നുകൂടെ കയറി തൊഴാനിരിക്കുകയാണ്. ഒട്ടും ക്യൂ നിൽക്കേണ്ടി വന്നില്ല, തിരക്കില്ലായിരുന്നു. ഭയങ്കര ഹാപ്പി. പറഞ്ഞോ. ഞങ്ങൾ രാവിലെ ഇവിടെ ദർശനത്തിന് വന്നു. അന്നേരം സാധാരണ ഉള്ള ഒരു തള്ളെന്ന് പറയാനൊന്നുമില്ല. എന്നാൽ നിന്നിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു, കാണാൻ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വന്നു. അപ്പോൾ ഉച്ചയ്ക്ക് 3 മണിക്ക് നട തുറക്കും. അപ്പം ഞങ്ങളൊരു 3:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എത്തി. അന്നേരം വളരെ ഫ്രീ ആയിട്ട്, വലിയ തെള്ളില്ലാതെ നിന്ന് തൊഴുത് ഭംഗിയായിട്ട് കാണാനും പറ്റി. അങ്ങനെ ഒരു ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. കൂടെ വന്ന മകനും ഒക്കെ പറയണത് അങ്ങനെ ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ നല്ല റഷുള്ളത്. പക്ഷേ ഈ സാധാരണ നമുക്ക് ഒരു അമ്പലത്തിൽ തൊഴുന്ന പോലെ ഈ സീസണിൽ വന്നാൽ തൊഴാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് ഇവിടുത്തെ ആ ഒരു അന്തരീക്ഷം നല്ല രസമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറേ നേരം ഞങ്ങൾ കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അതുകൂടാതെ വരുന്നവർ ഈ ജൂലൈ മാസം അല്ലെ ഓഗസ്റ്റ് ആദ്യം ഇവിടെ എത്തുക. നല്ല രീതിയിൽ നമുക്ക് ദർശനം നടത്തിയിട്ട് പോകാം. 10 രാവിലെ എത്തി ഒന്ന് തൊഴുത്, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്ന് ഉണ്ട്, അത് കഴിഞ്ഞ് ഇപ്പം വൈകിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അമ്പലത്തിൽ കയറണം. അമ്പലത്തിൽ കയറി നല്ല രീതിയിൽ ഒന്നുകൂടെ തൊഴുതിട്ട് ഇറങ്ങുന്നതാണ്. ഈ സീസൺ നല്ല മഴയാണ്, നല്ല ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് കാണാൻ അടിപൊളി. സെയിം മാല തന്നെ 2 എണ്ണം. ഇട്ടാൽ നമുക്കൊന്ന് കാണാമായിരുന്നു. അല്ല, ഇത് ബോക്സോടെ അങ്ങ് എടുത്തോ, അതായിരിക്കും നല്ലത്. വേണ്ട. എത്ര പൂജ വേണം? സർവാലങ്കാര പൂജ എത്ര? ആർക്കെല്ലാം വേണം? സർവാലങ്കാര പൂജ എന്ന് വെച്ചാൽ 500 രൂപയുടെ ഉണ്ട്, 1000 രൂപയുടെ ഉണ്ട്. 500 രൂപയുടെ എത്ര എണ്ണം വേണം? ഒരെണ്ണം മതിയല്ലോ എല്ലാവർക്കും കൂടെ. പിന്നെ വേണ്ടുന്ന വണ്ടിയുടെ താക്കോലൊന്ന് പൂജിക്കണം. സാരി 2 സാരി. എത്ര രൂപ അതിന്? ഇത് എത്ര രൂപ വിലയുണ്ട്? എന്താ പേര്? അമലാനിത. വണ്ടിയുടെ താക്കോല് റസീത് എവിടെ? ഇതിൽ എവിടെ? ബില്ല് എവിടെ? കാണിക്കുന്നു. റെഡി മാഡം. അടിപൊളിയായിട്ട് കണ്ട് തൊഴുവാൻ പറ്റിയൊരു സമയം എന്ന് പറയുന്നത് ഇപ്പോൾ, അതായത് നമ്മളിപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റ് ആദ്യം ഈ ഒരു സമയത്താണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 2 അന്നാണ് നമ്മൾ വന്നത്. അതായത് നമുക്ക് ഈ ഒരു ടൈമിൽ മാത്രമേ പറ്റത്തുള്ളൂ. കർക്കിടക മാസത്തിലാണ് നമ്മൾ മെയിനായിട്ട് അമ്പലങ്ങളും കാര്യങ്ങളും. ഓഫ് സീസൺ വരുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. അപ്പം
അങ്ങനെ നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിലൂടെ വന്നതാണ്. ഇനിയിപ്പം ഇവിടുന്ന് ഉടുപ്പിയിൽ പോയി ഉടുപ്പി കൃഷ്ണനോടെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ മൂകാംബികയിലേക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന നമ്മൾ മാലയാണ് നമ്മളിത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ വരാനും തൊഴുവാനുമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കിട്ടിലുമായിട്ടുള്ളൊരു സമയം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് തിരക്കില്ല, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നിന്ന് തൊഴുവാം. ഒരുപാട് റഷില്ല. നോർമലി നമ്മൾ ഇതിന് മുന്നേ ഞങ്ങളൊരു 2 വട്ടം, ഇത് 3ാമത്തെ വട്ടം നമ്മൾ വരുന്നത്. ഇതിന് മുന്നേ 2 വട്ടം വന്നത്, ഒന്ന് നമ്മൾ സീസണിലാണ് വന്നത്, ഫെഡുവിൻ്റെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ രണ്ടാമത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ നമുക്ക് ഇങ്ങനെ വരണമെന്ന് തോന്നി അങ്ങനെ വന്ന്. അതും അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. എഴുത്തിനിരുത്താൻ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. എന്ന് വെച്ചാൽ നമുക്കിവിടെ കയറാൻ ഇവിടെ ആളുള്ളതിൻ്റെ പേരിൽ നമുക്ക് വലിയ റഷ് ഇല്ലാതെ നമുക്ക് കയറാൻ പറ്റി. രണ്ടാമത്തെ വട്ടം വലിയ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ 3ാമത്തെ വട്ടം വന്ന ഒട്ടും തിരക്കില്ലാത്തൊരു സമയമാണ്. നമ്മൾ ആക്ച്വലി ഇത് ഫിക്സ് ചെയ്ത് ഇനി നമ്മൾ മൂകാംബിക വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വരാമെന്നുള്ള രീതിയിൽ നിൽക്കുക. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. പിന്നെ നമുക്കിതിനകത്തെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മാല ചാർത്തിയ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഈ മാല അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുവാണ്. നമ്മുടെ ദർശനം കഴിഞ്ഞ് ആക്ച്വലി നമ്മൾ 4 വട്ടം തൊഴുത് അടിപൊളിയായിട്ട് തൊഴുത്. ഇപ്പം ലാസ്റ്റ് ദീപാരാധന കണ്ട് തൊഴുത്തതാണ്. അപ്പോൾ കുറച്ച് പ്രസാദം അവിടെ വെച്ചിരുന്ന പട്ടും പ്രസാദവും അങ്ങനെയൊക്കെ നമുക്ക് കിട്ടി. അപ്പം അടിപൊളിയൊരു ട്രിപ്പായിരുന്നു. അടിപൊളിയൊരു എന്തുവാ അമ്പലത്തിൽ വന്നത് നല്ലൊരു സമയമാണ്. പെർഫെക്റ്റ് സമയത്ത് നമ്മൾ വന്നത്. അപ്പം നമ്മൾ മാല ചാർത്തി, 2 മാലയും ചാർത്തി. അത് ചാർത്തിയത് നല്ല അടിപൊളിയായിട്ട് നമ്മളവിടെ നിന്ന് കണ്ടു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അവിടെ ഉള്ളവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മുടെ മാല നല്ല മാലയാണെന്ന് പറഞ്ഞ് ഫ്രഷായിട്ട് തന്നെ ഇരുന്നു. ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. അത് തന്നെ വലിയ ഭാഗ്യം. പിന്നെ ഈ വീഡിയോ നമ്മൾ നിർത്തുക. ഓക്കെ, ബൈ. ഇപ്പം എൻ്റെ ഒരു ബൈ പറഞ്ഞത്. ബൈ ബൈ.